ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ വിഷ്ണു അഷ്ടകം ശ്ലോകം 4. ഭുജംഗതൽപം ഭുവനൈകനാഥം പുനഃ പുനഃ സ്വീകൃതകായമാദ്യം പുരന്ദരാദ്യൈരഭിവന്ദിതം സദാ മുകുന്ദമത്യന്തമനോഹരം ഭജേ. ഭുജഗതൽപം പാമ്പാകുന്ന തൽപ്പത്തോടുകൂടിയ, ഭുവനൈകനാഥം ലോകത്തിൻ്റെ ഒരേ ഒരു നാഥനായ, പുനഃ വീണ്ടും വീണ്ടും, സ്വീകൃതകായം ശരീരം സ്വീകരിച്ച വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ ഉദ്ദേശിക്കുന്നു. ആദ്യനായ, പുരന്ദരാദ്യൈ ദേവേന്ദ്രൻ മുതലായവരാൽ, പോലും, വന്ദിതം വന്ദിക്കപ്പെടുന്നവനായ, സദാ എപ്പോഴും, മുകുന്ദനെ അത്യന്തമനോഹരം വളരെ ഹൃദയഹാരിയായ, ഭജേ ഞാൻ ഭജിക്കുന്നു സേവിക്കുന്നു. സർപ്പമാകുന്ന കിടക്കയോട് കൂടിയവനും, ലോകത്തിൻ്റെ ഒരേ ഒരു നാഥനും, വീണ്ടും വീണ്ടും ശരീരം കൈക്കൊണ്ട് അവതരിച്ചവനും, ആദ്യനും ദേവേന്ദ്രൻ മുതലായവരാൽ പോലും വന്ദിക്കപ്പെടുന്നവനും, അത്യന്ത മനോഹരനും ആയ മുകുന്ദനെ എല്ലായ്പ്പോഴും ഞാൻ ഭജിക്കുന്നു. ബ്രഹ്മലോകം മുതൽ പരമാണു വരെ എല്ലാ പ്രപഞ്ച ഘടകങ്ങളും പരമകാരണമായ ബ്രഹ്മത്തിൽ ആവർത്തിച്ചുണ്ടായി മറിയുന്ന ബ്രഹ്മ ശരീരങ്ങളാണ്. അതുപോലെ തൻ്റെ പ്രപഞ്ചദേഹത്തിൽ ധർമ്മം നിലനിർത്തുവാനായി അവതാര ശരീരങ്ങൾ കൂടെ കൂടെ അംഗീകരിക്കുന്നു എന്നതും ശാസ്ത്രപ്രസിദ്ധമാണ്. ഈ രണ്ട് കാര്യങ്ങളും വെളിപ്പെടുത്താനാണ് പുനഃ സ്വീകൃതകായം എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. സ്വയം പ്രകാശിക്കുന്നതും ആനന്ദഘനവുമാണ് ഭഗവത് രൂപം എന്ന് വെളിപ്പെടുത്തുന്നതാണ് അത്യന്ത മനോഹരം എന്ന പദം. മോക്ഷദായകനായ ഭഗവാൻ ഭക്തൻ്റെ എല്ലാ ദുഃഖങ്ങളും നശിപ്പിക്കുന്ന നിധിയാണെന്ന് വെളിപ്പെടുത്തുന്നു. മുകുന്ദപദം കുബേരൻ്റെ 9 നിധികളിൽ ഒന്നാണ് മുകുന്ദം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത് സത്. ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു. ഓം